ഹലോ, ഡെയിലി ഡോസ് ഓഫ് സ്പൈസസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് പപ്പായ വെച്ചുണ്ടാക്കുന്ന നല്ല അടിപൊളി ഒരു ഹൽവയുടെ റെസിപ്പിയാണ്. ഈ ഒരു കപ്പയ്ക്കയുടെ പാതിയാണ് നമ്മൾ ഇവിടെ ഹലുവ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഈ പാതി നല്ല പഴുത്ത കപ്പയ്ക്കാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്, അതും വലിയ കപ്പയ്ക്കാണ്. നിങ്ങളുടെ കയ്യിൽ ചെറിയ മീഡിയം സൈസ് കപ്പയ്ക്കയാണെങ്കിൽ അത് ഫുള്ള് എടുക്കാൻ നോക്കുക കേട്ടോ. ഫുള്ള് അത് നല്ല പഴുത്തയാണെങ്കിൽ അടിപൊളി രുചിയായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ഇനി ഇതിൽ പറയും നമ്മൾ പഞ്ചസാര ചേർക്കേണ്ട അളവ്, അപ്പോൾ പഞ്ചസാര മധുരത്തിന്റെ അളവ് കൂട്ടി ചേർത്ത് കൊടുക്കുക. അപ്പൊ നല്ല പഴുത്ത കപ്പയ്ക്കാണെങ്കിൽ മധുരവും നമുക്ക് മോഡറേറ്റ് ആയിട്ട് കുറച്ച് ചേർത്താൽ മതി. ഒരു പാനിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് നല്ലതുപോലെ ഒന്ന് മുരിച്ചെടുക്കുക. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് മുരിച്ചെടുക്കാം. ഇതിലേക്ക് ഉണക്കമുന്തിരി ചേർക്കണമെങ്കിലും ചേർക്കാം. അപ്പോൾ നമ്മുടെ ഈ കാഷ്യൂനട്ടൊക്കെ ഒന്ന് വറുത്തെടുത്തതിന് ശേഷം ഉണക്കമുന്തിരി ഇട്ട് ഒന്ന് വറുത്ത് എടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ ഇവിടെ അണ്ടിപ്പരിപ്പ്, അതായത് കാഷ്യൂനട്ട് മാത്രമാണ് ചേർക്കുന്നത്. അപ്പൊ നമ്മൾ കാഷ്യൂനട്ട് എല്ലാം വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഈ സെയിം പാനിലേക്കാണ് കപ്പയ്ക്ക ചേർക്കുന്നത്. അപ്പൊ നല്ല പഴുത്ത കപ്പയ്ക്ക ഇങ്ങനെ നമുക്ക് ആ പഴുത്തതായതുകൊണ്ട് തന്നെ സ്പൂൺ വെച്ച് തന്നെ നമുക്ക് ഇങ്ങനെ ചുരണ്ടി എടുക്കുന്നത് പോലെ ഇങ്ങനെ വരും. അപ്പൊ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആ പൾപ്പിഞ്ഞ് കിട്ടും. അപ്പൊ അത് നമുക്ക് ഈ പാനിലേക്ക് ഇട്ട് ഇതിനകത്ത് ഉണ്ടായിരുന്ന ആ നെയ്യിൽ തന്നെ ഇട്ട് നമുക്കതങ്ങ് വേവിക്കാം. ഇത് മിക്സ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇനിയും നെയ്യ് ചേർക്കാനായിട്ട് വരും. അപ്പൊ നമ്മൾ കുറേശ്ശെയായിട്ട് ആ നെയ്യ് ചേർത്ത് കൊടുത്താൽ മതി. ഒരു 1-2 മിനിറ്റ് വഴറ്റിയെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കട്ടിയുള്ള നമ്മുടെ അലുവ, കറുത്ത കളറിലെ അലുവയൊക്കെ ഇല്ലേ, അപ്പൊ അതേപോലെ കട്ട് ചെയ്തെടുക്കാനാണ് വേണ്ടുന്നതെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കിയിട്ട് ആ മിക്സ് ആഡ് ചെയ്യാം. അപ്പോൾ കട്ടിയായിട്ട് കിട്ടും. ഞാൻ ഇവിടെ നമ്മുടെ ക്യാരറ്റ് ഹൽവയൊക്കെ എടുക്കുന്ന ഒരു ഹൽവ, നോർത്ത് ഇന്ത്യൻ ഹൽവ ഫോമിലാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിവിടെ കോൺഫ്ലവർ ചേർക്കാത്തത്. 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ചൊന്ന് വഴറ്റി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് നല്ല മണം വരും. ആ ഒരു മണമൊക്കെ വന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കപ്പയ്ക്കയ്ക്ക് അഥവാ പപ്പായയ്ക്ക് മധുരം കുറവാണെങ്കിൽ ഇതിൽ കൂടുതൽ ചേർക്കാം. എൻ്റെ കപ്പയ്ക്ക്, ഞാൻ എടുത്ത കപ്പയ്ക്കയ്ക്ക് നല്ല മധുരമായതുകൊണ്ടാണ് 3 ടേബിൾ സ്പൂൺ മാത്രം പഞ്ചസാര ഞാൻ ഇവിടെ ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ പഞ്ചസാര ചേർത്തു. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇടയ്ക്ക് നമ്മൾ നെയ്യ് ചേർക്കേണ്ട ആവശ്യം വരുമ്പോൾ നമ്മൾ നെയ്യ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ഏലക്ക പൊടി ചേർക്കണം. 4 ഏലക്ക പൊടിച്ചതാണ് 1 ടീസ്പൂണോളം പഞ്ചസാരയിൽ ഇട്ട് പൊടിച്ചെടുത്തതാണിത്. പഞ്ചസാര ചേർത്ത് മിക്സിയിലിട്ട് പൊടിക്കുമ്പോൾ ഏലക്ക നല്ലതുപോലെ പൊടിഞ്ഞു വരും. അല്ലെങ്കിൽ അത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മിക്സിയിൽ കിടക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പഞ്ചസാര ചേർത്ത് പൊടിക്കുകയാണെങ്കിൽ നല്ലതുപോലെ പൊടിഞ്ഞു വരും. പപ്പായ ഹൽവ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് നമ്മുടെ പാനിൽ നിന്നൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. കുറേ നെയ്യൊക്കെ പുറത്തോട്ട് വരുന്നുണ്ട്. ആ ഒരു പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ്, നിങ്ങളുടെ കയ്യിൽ കിസ്മിസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഏതൊക്കെ നട്ട്സ് ആണോ അതെല്ലാം ഇപ്പൊ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഏകദേശം ഒരു 1-2 മിനിറ്റും കൂടി ആകുമ്പോഴത്തേക്ക് ഇത് റെഡി ആവും. അപ്പൊ അത് നമ്മുടെ പപ്പായ ഹലുവ അല്ലെങ്കിൽ കപ്പയ്ക്ക ഹലുവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇതൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്, നമ്മൾ ക്യാരറ്റ് ഹൽവയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ. അപ്പോൾ ഇതിനകത്ത് പാലോ കോൺഫ്ലവറോ ഞാൻ ചേർത്തിട്ടില്ല. എന്നാൽ തന്നെയും അടിപൊളി രുചിയിലുള്ള ഒരു സാധനമാണ്. അടിപൊളി ഹൽവയാണ്. നമ്മൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഹൽവയാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് കട്ടി ഹലുവയാണ്, അലുവ പരുവത്തിലുള്ളതാണ് വേണ്ടുന്നതെങ്കിൽ അതിനകത്ത് കോൺഫ്ലവർ ചേർക്കണം. കോൺഫ്ലവർ ഒരു ടേബിൾ സ്പൂണോ വെള്ളത്തിൽ ചേർത്തിട്ട് ഇതിൽ ഇളക്കുന്ന സമയത്ത് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഏതെങ്കിലും സെറ്റിംഗ് ട്രേയിൽ വെച്ചിട്ട് അത് നല്ലതുപോലെ സെറ്റ് ചെയ്ത് എടുക്കുക. ഇതിപ്പോൾ നമ്മൾ ചൂടോടെ തന്നെയാണ് സെർവ് ചെയ്തത്, കാരണം നമുക്ക് ഇങ്ങനെ കഴിക്കാനാണ് സുഖം. ഇനിയിപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിൽ വാനില ഐസ്ക്രീം കൂടെ ചേർത്തിട്ട്, നമ്മൾ ക്യാരറ്റ് ഹൽവയൊക്കെ ഐസ്ക്രീം ചേർത്ത് കഴിക്കത്തില്ലേ, അങ്ങനെ കഴിച്ചാലും ഇത് നല്ല ടേസ്റ്റാണ്. കപ്പയ്ക്ക വെച്ചുണ്ടാക്കിയതാണെന്ന് പറയുകയില്ല, അത്ര ടേസ്റ്റാണ്. ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് സർപ്രൈസ് ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു റെസിപ്പിയാണ്. അപ്പൊ കപ്പയ്ക്ക വീട്ടിലുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഒരിക്കലെങ്കിലും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ.
എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പുതിയൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം.